നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പോൾ പോകുന്ന പാത യഥാർത്ഥ പാതയിൽ ആണോ പോകുന്നത് എന്നും അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നും നോക്കാം. ആദ്യത്തെ കാർഡ് ജഡ്ജ്മെൻറ്റ്, രണ്ടാമത്തത് 6 ഓഫ് വാണ്ട്സ്, 7 ഓഫ് വാണ്ട് എന്ന കാർഡുകളാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ അർത്ഥം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇവിടെ കാണുന്നത്. അതിൽ നിങ്ങൾ ഈശ്വരൻ്റെ ആഹ്വാനം അല്ലെങ്കിൽ നിയോഗം പോലെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് കാണുന്നു. കൂടാതെ ഇത് നിങ്ങളുടെ ഒരു മാറ്റത്തിൻ്റെ പാതയെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ പഴയ കാല ജീവിതത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പുതിയ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പോകണം എന്നും പറയുന്നു. പല പാസ്റ്റിലുള്ള കാര്യങ്ങളിലും നിന്നും മാറി വേണം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇനി പോകുവാൻ. അത് നിങ്ങളുടെ മനസ്സിന് ധൈര്യവും ശക്തിയും നൽകുമെന്നും അതിൽ ഒരു അനുഗ്രഹവും ദൈവത്തിൻ്റെതായ ഉണ്ടാകും എന്നും കാണുന്നു. അടുത്തത്, നിങ്ങൾക്ക് പോകുന്ന പാത വളരെ സന്തോഷത്തിൻ്റെ പാതയാണ്. അതിൽ മറ്റുള്ളവരുടെ കൂടിച്ചേരലും എല്ലാവരും ഒത്തൊരുമയോടു കൂടിയാണ് ഇനി പോകുന്നത്. അതിൽ നിങ്ങൾക്ക് വിജയങ്ങളും അല്ലെങ്കിൽ ആഘോഷങ്ങളും എല്ലാം ഈ കാണുന്നു. അതുകൊണ്ട് ആ പാതയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നും കാണുന്നു. ഇവിടെ കാണുന്നത്, നിങ്ങൾ പോകുന്ന പാതയിൽ പല തടസ്സങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകും എന്നും കാണുന്നു. ആ പാതയെ നിങ്ങൾ സ്വയം ശക്തിയോടുകൂടി വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ടും അതിനെ മറികടന്നും കൊണ്ട് വേണം. അതിൽ പല ചതികളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ആയി മറ്റുള്ളവരോ വന്നു നിൽക്കാനാകും എന്നും കാണുന്നു. അത് മറികടക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് എന്നും കാണുന്നു. ഇവിടെ 6 ഓഫ് വാണ്ട് കഴിഞ്ഞാൽ 7 ഓഫ് വാണ്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സൈക്കിളിൽ യഥാർത്ഥത്തിൽ തന്നെ അടുത്ത ഘട്ടത്തിലേക്കാണ് കടന്നുകൊണ്ട് പോകുന്നത്. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇൻറ്റ്യൂഷനിൽ പല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുമെന്നും അത് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയത്തിലേക്ക് എത്തുമെന്നും കാണുന്നു. നന്ദി, നമസ്കാരം.